വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓണം സെലിബ്രേഷൻ ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് എടുക്കണമെന്നൊക്കെ. പക്ഷേ ഇന്നത് നടക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് ഞാൻ എൻ്റെ ചാർജർ ഓഫീസിൽ വെച്ച് ഇന്നലെ മറന്നുപോയി. ഞാൻ ഇന്നലെ രാത്രിയാണ് അത് റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫോൺ ഡെഡായി. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ക്യാമറ മീൻസ് ഇതിന് വലിയ ബാറ്ററി ബാക്കപ്പ് ഒന്നും ഇല്ല. അപ്പം ജസ്റ്റ് എത്ര നേരം കിട്ടുമെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഇൻട്രോ പറഞ്ഞ് വെക്കാം എന്ന് വിചാരിച്ചു. കിട്ടുന്ന അത്ര എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എന്താ വെച്ചാൽ ഇനിയിപ്പം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചത്. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. സോ ഞാൻ കുറേശ്ശെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടും. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഉള്ള വീഡിയോസൊക്കെ കുറവായിരിക്കും. ഓക്കെ, സോ നമുക്ക് റെഡി ആയിട്ട് വരാം. സോ ഞാൻ മേലൊക്കെ കഴുകി ഫ്രഷ്നപ്പായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം കഴിച്ച് വേഗം ഒരുങ്ങി പോകണം. ഇപ്പം തന്നെ ലേറ്റായി ആക്ച്വലി. ഇനിയിപ്പം വേഗം എല്ലാം ചെയ്താലേ കറക്റ്റ് ടൈമിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പം കഴിക്കാൻ പോകും. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയായിരുന്നു. ഞാൻ 2 ദോശയും ചമ്മന്തിയും കഴിച്ച് വേഗം തന്നെ റെഡി ആവാനായിട്ട് പോയി. ഞാൻ ഒരുങ്ങുന്നതിന് എന്നേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ രാവിലെ തൊട്ട് എന്താ ഇടുന്നേ, എങ്ങനെയാ മുടി കെട്ടുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു കഴിഞ്ഞ് വരാം. സോ ഗൈസ്, നമ്മൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം എല്ലാം ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ഒരു സ്കിൻ കെയറിന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആൻഡ് ലിപ് ബാം. അപ്പം അത് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ട്രഡീഷണൽ ലുക്കിൽ വരുന്ന ചെറിയൊരു മേക്കപ്പ് ചെയ്യണമെന്നാണ്. മേക്കപ്പ് ഒന്നുമില്ല, ബിക്കോസ് ഞാൻ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും മുഖത്ത് യൂസ് ചെയ്യാറില്ല. സോ ജസ്റ്റ് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് സെറ്റ് ആവണം. അപ്പം നമുക്ക് കാണാം. ഞാനൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ് ബാമും അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞൊരു ബോഡി ലോഷനും കൂടെ അപ്ലൈ ചെയ്ത് സ്കിൻ കെയർ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഞാൻ വീഡിയോ ഓണാക്കാൻ ലേറ്റായി പോയി ഗൈസ്. സോ സ്കിൻ കെയർ കഴിഞ്ഞ് ഇന്ന് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാം. നമുക്ക് ഐ മേക്കപ്പ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളൊരു ഐ ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഷിമറി ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്തു. ആൻഡ് ഒരു സ്മോക്കി ഐസൊക്കെ ആയിരുന്നു ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ എനിക്ക് സ്ഥിരം ചെയ്യുന്ന ഇതിലേക്ക് ഞാൻ കറങ്ങി തിരിഞ്ഞെത്തി. ആൻഡ് കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു കാജൽ എഴുതി കൊടുത്തു. ആൻഡ് അത് ഞാൻ മേളിലും താഴെ എഴുതി. അത് കഴിഞ്ഞ് ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ. കണ്ണിൻ്റെ മേളിലൊരു താജ്മഹൽ പണിയുക എന്നുള്ളതിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വേറൊന്നും ചെയ്തില്ലെങ്കിലും കണ്ണെഴുതി അങ്ങനെ എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം ബ്രാഞ്ച് വന്നപ്പം ഒരു ലാഷസ് കേളറോ എന്താ പറയുന്നത്, അങ്ങനത്തെ കേളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് കേൾ ചെയ്ത് കൊടുത്തു. ദെൻ പൊട്ട് നിർബന്ധമാണല്ലോ, ട്രഡീഷണൽ ലുക്കാകുമ്പോൾ പൊട്ട് വേണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് മുടിയിൽ സെറം അപ്ലൈ ചെയ്ത് ഒന്ന് ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് സാരി ഉടുത്തതിന് ശേഷമാണ് ഞാൻ മുടി കെട്ടിയത്. അപ്പം പറന്ന് വയ്ക്കുന്ന മുടിയെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെയർ സെറം കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞ പോലെ വേറെ മേക്കപ്പ്സും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഐ മേക്കപ്പ് മാത്രം ചെയ്തു. ഇനി സാരി ഉടുത്തിട്ട് മുടി കെട്ടാം. ദെൻ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് സെറ്റാകാം. ആൻഡ് ഒരു ലിപ്സ്റ്റിക് കൂടെ ഇട്ടാൽ കഥം. അപ്പോൾ നമുക്ക് സാരി എടുക്കാം. ഞാൻ ഇന്ന് വെയർ ചെയ്യാൻ പോകുന്നത് ഒരു റെഡി ടു വെയർ സാരിയാണ്. ആൻഡ് അത് ആരോഹി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചിട്ടുള്ളതാണ്. കുറച്ച് നേരത്തെ സാരിയുമായിട്ടുള്ള മൽപ്പിടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരുങ്ങിയെത്തി. ആൻഡ് ദിസ് വാസ് മൈ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഓഫീസിലോട്ട് എത്തിയപ്പോൾ തന്നെ എല്ലാവരും തന്നെ പൂവൊക്കെ പറിച്ച് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടർ പൂ അരിയാൻ നിന്നു. ആൻഡ് അടുത്ത കലാബോധമുള്ള മനുഷ്യന്മാർ അത് ഇടാനും നിന്നു. ആൻഡ് വേഗം തന്നെ ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് പൂക്കളം ഇട്ട് കഴിഞ്ഞു. അതിന് ഇതായിരുന്നു ഞങ്ങളുടെ പൂക്കളം. വളരെ
കൊച്ചിൻ്റെ പാട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇനി ഞങ്ങളുടെ തിരുവാതിരയുടെ കുറച്ച് ഭാഗങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് വരൂ. ഒരു എനർജി കുറവ് തോന്നുന്നുണ്ടല്ലേ? എനിക്കും തോന്നുന്നുണ്ട്. ഇത് ആക്ച്വലി ഞങ്ങളുടെ റിഹേഴ്സലിൻ്റെ കുറച്ച് ക്ലിപ്സാണ്. ശരിക്കും കളിച്ചതിൻ്റെ ക്ലിപ്സ് എൻ്റെ ഫോണിൽ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു വേറെ ആരുടെ ഫോണിലെങ്ങാണ്ട് അതെടുത്തെന്ന്. സോ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ഓണക്കളികൾക്ക് വേണ്ടിയിട്ട് പോയി. ആൻഡ് ആദ്യം തുടങ്ങിയത് കസാരകളിയിൽ നിന്നാണ്. കസാരകളിക്ക് ഞാൻ ഫസ്റ്റ് അടിച്ചു ഗൈസ്. എല്ലാ കളികളും കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തന്നെ പ്രൈസ് ഉണ്ട് കേട്ടോ, പല പല കളികൾക്കായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫൺ ഗെയിം കളിച്ചു, ഒരുമാതിരി ആളെ പറ്റിക്കുന്ന തരത്തിലുള്ളൊരു കളി. അതാണ് അടുത്തത്. അതിലേറ്റവും ഫണ്ണായത് ബെസ്റ്റേൻ ചേച്ചിയുടെ ആയിരുന്നു. ബെസ്റ്റേൻ ചേച്ചിയുടെ കൊച്ചു തന്നെ ചേച്ചീനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മുന്നിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഗെയിംസ് കളിച്ചതിന് ശേഷം ഞങ്ങൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് റീൽസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ തന്നെ സദ്യ കഴിക്കാൻ വിളിച്ചു. അതായത് സദ്യ കഴിച്ചിട്ട് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പം അതും നടന്നില്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓണത്തിൻ്റെ പ്രധാന ഘടകമായ സദ്യയിലോട്ട് കടന്നു. നല്ല കറികളൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യക്ക്. ആൻഡ് സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരവസ്ഥയായി, ക്ഷീണിച്ചൊരു വഴിയായി, കിടക്കാൻ പാകത്തിനായി. പായസം പാലട പായസമായിരുന്നു, അതോടെ കഴിച്ചപ്പോഴത്തേനും പൂർത്തിയായി. സോ ഗൈസ്, അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ.